നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മൾ പ്രതീകാത്മക വോട്ടിംഗിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിട്ടാണ് പ്രവാസി മലയാളികളുടെ ഒരു വിധിയെഴുത്ത്. 86 സീറ്റ് UDF നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രവാസികളുടെ ഒരു വിലയിരുത്തല്. LDF-ന് 53, അതുപോലെ തന്നെ നേമത്ത് രാജഗോപാലിലൂടെ BJP അക്കൗണ്ട് തുറക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രതീകാത്മക വോട്ടിംഗിന്റെ ഒരു റിസൾട്ടും അതുപോലെ തന്നെ മെയ് 13 നമ്മളുടെ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി എത്രത്തോളം താതാത്മ്യം പ്രാപിക്കുമെന്നാണ് സാർ കരുതുന്നത്? എന്തെങ്കിലും നിങ്ങൾ നടത്തിയ പ്രതീകാത്മക വോട്ടെടുപ്പ് BJP-ക്ക് ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി വളരെ ഏകദേശം കറക്റ്റാവുമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, തീർച്ചയായും അത് വളരെ വളരെ കറക്റ്റായ ഒരു നിഗമനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കാസർഗോഡ് മുതൽ കന്യാകുമാരിയെതിരെ ഓരോ ജില്ല തിരിച്ച് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ അത് ബേസിക് ആണ് വരാൻ പോകുന്നത്. അത് ഒരു 86 മുതൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഓരോ മണ്ഡലം 140 മണ്ഡലത്തിന്റെയും സ്ഥാനാർത്ഥികളെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഓൺലൈനിൽ കൂടി. അതുകൊണ്ട് തന്നെ BJP-ക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ല. അത് ഓരോപാലും വിജയിക്കില്ല, ആരും ജയിക്കില്ല കേരളത്തിൽ. പക്ഷേ നിങ്ങൾ നടത്തിയ മറ്റ് BJP-യെ ഒഴിച്ച് നടത്തിയ നിഗമനം വളരെ കറക്റ്റാണ്. അതിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ 1-2 സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. UDF ഒരു 90 സീറ്റ് വരെ വരാം, 85-ന്റെയും 90-ന്റെയും നിൽക്കുക. ഇത് നിഗമനം വളരെ കറക്റ്റാണെന്നാണ് എന്റെ വിലയിരുത്തൽ. ഓക്കെ, പ്രവാസികളുടെ വിലയിരുത്തൽ ഇത് തന്നെയാണ്. അപ്പോഴേ ഇപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു സത്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോടൊപ്പം തന്നെ പ്രവാസികൾ വളരെ ആത്മാർത്ഥമായിട്ട് വോട്ടിംഗ് ചെയ്യുകയും അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാ തെരഞ്ഞെടുപ്പിലും അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം 2006 LDF അധികാരത്തിൽ വന്നപ്പോഴും പ്രവാസികളുടെ നിഗമനവും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രവർത്തനവുമാണ് സംഭവിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് സംഭവിച്ചത്. പ്രവാസികൾ എന്താണോ അഭിപ്രായപ്പെട്ടത് അതാണ് കേരളത്തിൽ നടന്നത്. അത് തന്നെയാണ് ഇപ്പോഴും കേരള നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്നത്. കാരണം പ്രവാസികൾക്ക് വലിയ പവർ ഇല്ലെങ്കിലും, വോട്ടിംഗ് പവറോ അല്ലെങ്കിൽ നാട്ടിലുള്ള പോലെ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇല്ലെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ നിയന്ത്രിക്കുവാനും അഭിപ്രായ രേഖപ്പെടുത്തുവാനുള്ള കഴിവും ഉള്ള ഒരു പ്രവാസി ലോകമാണ്. അപ്പൊ പ്രവാസി ലോകം പറയുന്നതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമല്ല, അത് സാംസ്കാരികമായാലും സാമുദായിക പ്രവർത്തനമായാലും എല്ലാ മേഖലകളിലും അതിപ്പോ കുറച്ചു കാലമായി തെരഞ്ഞെടുപ്പിൽ കുറച്ചും കൂടി ശക്തമായിട്ട് പ്രതിഫലിച്ചു വരുന്നു. അതാണ് സത്യം. ഓക്കെ സാർ, അപ്പൊ എന്തായാലും സാറിന്റെ ഒരു വിലയിരുത്തൽ UDF അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോഴേ UDF നിന്ന് പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടാകുമെന്ന് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രവാസിന്റെ വകുപ്പ് ഉമ്മൻചാണ്ടി തന്നെ ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി, അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം തന്നെ കേരളത്തിലെ പ്രവാസികളുടെ മനസ്സറിയുന്ന, പ്രവാസികളുടെ പ്രശ്നങ്ങൾ അറിയുന്ന, പ്രവാസികളുമായി സാധാരണ പ്രവാസികളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഉമ്മൻചാണ്ടി. അപ്പൊ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം പ്രവാസികാര്യ വകുപ്പ് ഏറ്റെടുക്കണം. അദ്ദേഹം പ്രവാസികാര്യ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ കേന്ദ്രത്തിലുള്ള പ്രവാസികളുടെ മനസ്സറിയുന്ന, കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയുടെ പ്രവാസികാര്യമന്ത്രി വയലാർ രവിയുമായി നല്ല ബന്ധമുണ്ടാക്കാനും പ്രവാസി സമൂഹത്തിന് പ്രത്യേകിച്ച് സാധാരണക്കാരന് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്താൻ ഈ രണ്ട് കൂട്ടുകെട്ടിന് സാധിക്കും. അതുകൊണ്ട് ഉമ്മൻചാണ്ടി തന്നെയായിരിക്കണം പ്രവാസികാര്യ വകുപ്പ് ഏറ്റെടുക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ സാർ, അപ്പൊ പ്രവാസികൾക്ക് ഇപ്പം വോട്ടവകാശം യാഥാർത്ഥ്യമായിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു ചലനം സൃഷ്ടിക്കുമെന്ന് സാർ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ പ്രവാസികൾക്ക് വോട്ടവകാശം കിട്ടിയപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആരും ധരിച്ചിട്ടില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ വോട്ടിംഗ് പവർ കിട്ടുമെന്നാണ് നമ്മളൊക്കെ ധരിച്ചത്, എല്ലാവരും. അപ്പൊ പെട്ടെന്നായിരുന്നു വയലാർ രവി എന്ന് പറയുന്ന പ്രവാസികാര്യ മന്ത്രിയുടെ ഇച്ഛാശക്തി. ആ ഒറ്റ ഒരു ഇച്ഛാശക്തിയുടെ ബലമാണ് നമുക്ക് 8000 വോട്ടെങ്കിലും ചെയ്യാൻ സാധിച്ചത്. ആ ഒരു മന്ത്രി, പ്രവാസികാര്യ മന്ത്രിയുടെ ധീരമായ നടപടി കൊണ്ടാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ വളരെ നിർണായകമായിരിക്കും. ലോകസഭയിലായാലും നിയമസഭയിലെ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ വളരെ നിർണായക ഘടകമായി പ്രവാസികൾ മാറാൻ പോകുന്നു. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകേണ്ടി വരും. അതുകൊണ്ട് ഒരു നിർണായക ശക്തിയായി നമ്മൾ പ്രവാസികൾ മാറാൻ പോവുകയാണ്. ഓക്കെ സാർ, അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം പ്രവാസികൾക്കിടയിൽ വളരെ പരിചിതനായ ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പം സാറിനോട് ഇപ്പൊ ഈ പ്രവാസി സംഘടനകൾക്കും അതുപോലെ തന്നെ പ്രവാസി സമൂഹത്തിനും സാറിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ഒറ്റ എനിക്ക് പറയാനുള്ളൂ, നമ്മളെപ്പോഴും നന്മയുള്ളവരായിരിക്കണം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഇല്ലാത്തത്
നന്ദി എന്ന് പറയുന്ന കാരണം വളരെ കുറവാണ്. നമുക്ക് അപ്പപ്പോ ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരു കാര്യം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം പ്രവാസികാര്യ വകുപ്പുകളുണ്ട്, ഇടതുമാകട്ടെ വലതാകട്ടെ, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും പ്രവാസികാര്യ വകുപ്പ് വന്നതിന് ശേഷം നമുക്കുണ്ടായ മാറ്റം, നമുക്കുണ്ടായ ഗുണം നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കണം. എന്നിട്ട് നമ്മൾ കൂട്ടമായി ഐക്യത്തോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഒറ്റക്കെട്ടായി അധികാരികളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അല്ലാതെ കണ്ണടച്ച് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭരണ നേതൃത്വത്തെയും അടിച്ചാക്ഷേപിക്കുന്ന, നന്ദികേട് കാണിക്കുന്ന സ്വഭാവം മലയാളികൾ മാറ്റിയാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൂ എന്നാണ് എനിക്ക് ഈ പ്രവാസികളായ മലയാളികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഓക്കെ സാർ, എനിവേ നമുക്ക് വേണ്ടി ഈ കുറച്ച് സമയം ചെലവഴിച്ചതിന്, സാറിന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് താങ്ക് യു വെരി മച്ച്. അവസരം തന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ വിലയിരുത്തൽ വളരെ നന്നായിട്ടുണ്ട് എന്നാണ്